परछाइयाँ तरबतर शोर में खामोशियाँ दूरियों में बटी नजदीकियाँ बारिशों में खुली चिंगारियाँ जाने क्या क्या लेके आती है हर लम्हा मुझ में यूं तुझे भर जाती है तन्हाइयाँ तन्हाइयाँ ഹലോ ആർമീസ്, എല്ലാവർക്കും സുഖമല്ലേ? എനിക്ക് സുഖമാണ്. ലവ് ആക്ഷൻ ഡ്രാമയുടെ കഴിഞ്ഞ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിൽ വരുൺ പറഞ്ഞ കാര്യങ്ങൾ പലർക്കും മനസ്സിൽ തട്ടി. കുറച്ച് ആൾക്കാർക്ക് അത് മനസ്സിലാവും, കുറച്ച് ആൾക്കാർക്ക് അത് മനസ്സിലാവും. കൂടുതലും മാരീഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് അത് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ കഴിയും. മാരീഡ് അല്ലാത്തവർക്കും ചിലപ്പോൾ റിലേറ്റ് ചെയ്യാൻ കഴിയില്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ കഴിയും. അപ്പോൾ എനിക്കും നിങ്ങളോട് ഇതൊക്കെ തന്നെയാണ് പറയാനുള്ളത്. അതിൽ വരുൺ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് മാരീഡ് അല്ലാത്ത പെൺകുട്ടികളോടും പറയാനുള്ളത്. പഠിക്കുക, സ്വന്തം കാലിൽ നിൽക്കുക. അപ്പോൾ പഠിക്കുക എന്നുള്ളതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ നമ്മൾ സ്വന്തം കാലിൽ നിൽക്കുക എന്നുള്ളത് തന്നെയാണ്. നമ്മളൊരു കരിയർ സ്വന്തമാക്കി നമ്മുടെ കാര്യങ്ങൾ നമുക്ക് തന്നെ നോക്കാം. കഴിയുന്ന സിറ്റുവേഷൻ വരുമ്പോൾ നമ്മളാരും അവരുടെ ഇഷ്ടങ്ങൾ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ശ്രമിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് ഫ്രീഡത്തോടു കൂടി, ഇപ്പം ഞാനാണെങ്കിലും എന്നെപ്പോലുള്ള പല പെൺകുട്ടികളാണെങ്കിലും വിചാരിക്കുന്നത് ഫ്രീഡത്തോടെ ജീവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ വിവാഹം കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനൊന്നും ഗ്യാരണ്ടി ഒന്നും തരാൻ കഴിയില്ല, അതത്രയൊക്കെ ഉള്ളൂ. പക്ഷേ ഇന്ന് കരുതി വിവാഹം ഭയങ്കര ഡേഞ്ചറായിട്ടുള്ളൊരു സംഭവമാണ്, നിങ്ങളാരും കല്യാണം കഴിക്കരുത് എന്നൊന്നും ഞാൻ പറയുന്നില്ല. അതൊക്കെ ഓരോരുത്തരുടെ ഓരോരുത്തരുടെ തലവിധി പോലെയൊക്കെ ഇരിക്കും. ഓക്കെ, പിന്നെ നമ്മൾ കഥയിലോട്ട് വരുവാണെങ്കിൽ സഞ്ജന നമ്മുടെ സെലീനയോട് പുള്ളിക്കാരത്തിയുടെ ഇഷ്ടം പറയുന്നതാണ്. ഓഫ് കോഴ്സ് ഞാൻ ഒരുപാട് കമൻസ് കണ്ടായിരുന്നു. ഇനിയെങ്കിലും സെലീനയ്ക്ക് ആ ഒരു റിജക്റ്റ് ചെയ്യപ്പെടുന്നതിൻ്റെ ഒരു വിഷമം മനസ്സിലാകും. അത് തീർച്ചയായിട്ടും ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം റിജക്റ്റ് ചെയ്യപ്പെടുക എന്നുള്ളത് ഭയങ്കര ഹാർഡായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ സിമ്പിളായിട്ട് പറയുന്നത് പോലെ, ഇപ്പോൾ സെലീൻ പറഞ്ഞതുപോലെ യെസ് പോലെ നോയും ആക്സെപ്റ്റ് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ പറയാൻ എളുപ്പമായിരിക്കും. അത് ലൈഫിലോട്ട് വർക്കൗട്ട് ചെയ്യിപ്പിക്കുന്നതായിരിക്കും പാടും. അപ്പോൾ ഈ ഒരു ഡയലോഗ് അല്ലെങ്കിൽ ഈ ഒരു സഞ്ജനയുടെ വാക്കുകൾ കൊണ്ട് സെലീനയ്ക്ക് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവോ ഇല്ലേ എന്നൊക്കെ നമുക്ക് ഇനി വരുന്ന എപ്പിസോഡുകൾ അറിയാം. അപ്പോൾ നമുക്ക് എപ്പിസോഡിലോട്ട് പോകാം. പക്ഷേ സഞ്ജനയ്ക്ക് ചേരും തോന്നുന്നുണ്ടോ ജെ.കെ? വൈ? ഐ മീൻ സഞ്ജനയ്ക്ക് മാത്രമല്ലല്ലോ, ജെ.കെയ്ക്കും തോന്നണ്ടേ ഇഷ്ടം? തോന്നണം, തീർച്ചയായിട്ടും തോന്നണം. പക്ഷേ അത് തോന്നില്ലയോ എന്ന് തന്നെയാണ് എൻ്റെയും പേടി. ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ? എനിക്കതിനുള്ള ഫ്രീഡം ഉണ്ടോ എന്നറിയില്ല, എന്നാലും സഞ്ജന ഇത്രയും പറഞ്ഞതുകൊണ്ട് എനിക്ക് ചോദിക്കണമെന്ന് തോന്നി. എന്താ, ധൈര്യമായിട്ട് ചോദിച്ചോ? ഇനി ഒരു പക്ഷേ അയാൾക്ക് മറ്റാരെങ്കിലും ഇഷ്ടമാണെങ്കിലോ? അങ്ങനെയൊന്നും ഉണ്ടാകരുതേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ജെ.കെ, ഇന്ന് വരുണിനെ കണ്ടില്ലല്ലോ, താമസിക്കുമെന്ന് പറഞ്ഞിരുന്നോ? പപ്പ ഞാൻ പറയാൻ വിട്ടുപോയി. അവൻ്റെ പ്രൊഡക്ഷൻ കമ്പനിയുടെ ആനുവൽ ഡേ വരുമല്ലേ, അതിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് അവനൊരു സ്ഥലം വരെ പോയിരിക്കുമോ? ഓക്കെ, അപ്പോൾ ഇന്ന് വരില്ലേ? വരും, കുറച്ച് ലേറ്റാകും. ഓക്കെ. Welcome to Mahalli Event Management Company, sir. How can I help you? I want to meet Mr. Anand, GM of this company. Oh, okay, sir. Please wait a second. Okay.
സർ, യു കൻ ഗോ നൗ. താങ്ക് യു. ഹലോ വരുൺ, ഞാൻ കരുതി നീ ഈ വഴിയൊക്കെ മറന്നിരിക്കുമെന്ന്. ഓ, അങ്ങനെ എന്നൊന്നും വരാൻ എൻ്റെ വീട്ടിൽ ദിവസം കല്യാണമൊന്നും ഇല്ലടാ. ആഹാ, നിങ്ങളെപ്പോലുള്ളവർക്ക് കല്യാണത്തിന് മാത്രമേ പാർട്ടി ഉണ്ടാവുള്ളൂ. ഈ ഇടയ്ക്ക് നിൻ്റെ കമ്പനിയിലൊരു പാർട്ടി ഉണ്ടായിരുന്നല്ലോ. എടാ, അത് സ്റ്റാഫുകളൊക്കെ ചേർന്ന്, കമ്പനിയിലെ സ്റ്റാഫുകൾ ചേർന്ന് അറേഞ്ച് ചെയ്തതാണ്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്തു, അത്രേ ഉള്ളൂ. ഇപ്പോൾ എന്താ ഈ വരവിൻ്റെ ഉദ്ദേശം അത് പറ. നമ്മുടെ കമ്പനിയുടെ 20th ആനിവേഴ്സറി വരുന്നുണ്ട്. അതിന് ചെറിയൊരു പ്രൈവറ്റ് പാർട്ടി ഞാൻ അറേഞ്ച് ചെയ്യുന്നുണ്ട്. സോ എൻ്റെ ഫ്രണ്ട് എന്ന നിലയ്ക്ക് നിനക്കാണല്ലോ ഞാൻ ഫസ്റ്റ് പ്രയോറിറ്റി തരേണ്ടത്. ഇവിടെ ഒന്ന് വന്ന് നോക്കാമെന്ന് കരുതി. ഇവിടെ സെറ്റായില്ലെങ്കിൽ വേറെ നോക്കാം. ഇവിടെ നീ വന്നല്ലോ, ഇനി നീ വേറെ നോക്കേണ്ടി വരില്ല, അത് എൻ്റെ ഗ്യാരൻറ്റിയാണ്. ഓക്കെ, ഡേറ്റ് എപ്പോഴാണ് വരുന്നത്? May 18th. ഓ, അപ്പോൾ ഇനിയും സമയമുണ്ടല്ലോ. എന്നാലും നേരത്തെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ തുടങ്ങാമെന്ന് കരുതി. അത് നല്ലതാണ്. എന്തായാലും ഞാൻ ഷെഡ്യൂളൊന്ന് ചെക്ക് ചെയ്യട്ടെ എന്ന് പറഞ്ഞു ഫോൺ എടുത്ത് അയാൾ ആരെയോ വിളിച്ചു. അല്പസമയത്തിനകം ഒരാൾ വന്നു. സർ, ആൻഡ് May 18th നമുക്ക് മറ്റെന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടോ? നോ സർ, ഒരു വർക്കും നമ്മൾ ഷെഡ്യൂൾ ചെയ്തിട്ടില്ല. ഗുഡ്. വരുൺ, യു ആർ ലക്കി. ഈ പ്രോഗ്രാം നമ്മൾ തന്നെ നടത്തും. Anyway, this is Anne Mary, our company main executive. She will introduce all the plans we provide. Okay. And this is Varun Shrikant, Managing Director of Cinematic Universal Company. And more than, he is my best friend, so he should never disappoint with the service here. Sure, sir. നീ അയാളെ ഓരോന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്നു വേണ്ട. ഹീ ഈസ് ദ മാനേജിങ് ഡയറക്ടർ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, ഇയാൾ പേടിക്കണ്ട, ഇയാൾക്ക് ഫ്രീ ആയിട്ട് എന്നോട് ഇടപഴകാം. ഓക്കെ സർ. ഓക്കെ, നൗ ടെൽ മീ, എന്തൊക്കെയാണ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന പ്ലാൻസ്? ഓക്കെ സർ, പറയാം. അവൾ അവരുടെ പ്ലാനൊക്കെ വരുണിനോട് കൺവേ ചെയ്തു. ബട്ട് ആ പ്ലാനിലൊന്നും അവൻ ഹാപ്പി ആയില്ല. സി മിസ് ആൻ മേരി, ആൻ മേരി, ഇത് യൂഷ്വലായിട്ടുള്ള പ്ലാൻ അല്ലേ? എനിക്ക് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റാണ് വേണ്ടത്. ഡിഫറെൻ്റ് ആയിട്ടുള്ളതെന്ന് പറയുമ്പോൾ എങ്ങനെയുള്ളതാണ് നീ എക്സ്പെക്റ്റ് ചെയ്യുന്നത്? എടാ, സാധാരണ റിബൺ കട്ട് ചെയ്യലും വെൽക്കം സ്പീച്ചിലൊന്നും ഒതുങ്ങാതെ മറ്റെന്തെങ്കിലും. ബിക്കോസ് പപ്പ എന്നെ ആദ്യമായിട്ട് ഏൽപ്പിക്കുന്ന വർക്കായത്. സോ ഇതിൽ എൻ്റേതായ ഒരു കയ്യൊപ്പ് വേണം. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നിൻ്റെ വക ഒരു സ്പീച്ച് ആയാലോ? അത് നോക്കാം. അല്ലാതെ വേറെ ഏതെങ്കിലും പൊളിറ്റീഷ്യൻ ആടാക്കാം, ലൈക്ക് നമ്മുടെ ഏതെങ്കിലും മിനിസ്റ്റർ. അതൊന്നും വേണ്ട, അതൊന്നും ശരിയാകില്ല. അപ്പോൾ പിന്നെ എന്താ ചെയ്യുക? സർ, ഇഫ് യു ഡോണ്ട് മൈൻഡ്, നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള എല്ലാ ഡ്രാമയിലും ആക്ടേഴ്സിനെ കൂട്ടി ഒരു റീയൂണിയൻ ആക്കിയാലോ? ദാറ്റ്സ് എ ഗുഡ് ഐഡിയ. അത് വർക്കൗട്ടാകും. ഓ, അങ്ങനെയെങ്കിൽ ഇപ്പോഴത്തെ ഡ്രാമയിലെ ആക്ടേഴ്സിൻ്റെ ഒരു സ്പെഷ്യൽ പെർഫോമൻസ് കൂടി ആക്കാം. ആര്? സെലീന ജെക്കിയുടെയോ? വാവ്, അതൊരു നല്ല ഐഡിയ ആണല്ലോ. ആക്ടർ സെലീനയുടെയും ആക്ടർ ജെക്കിയുടെയും അത് ഒരു ഡ്യുവറ്റ്, അത് പൊളിക്കും. അത് വേണോ സർ? എന്താ? അല്ല, അവർ സമ്മതിക്കുമോ? അതെന്താ അങ്ങനെ ചോദിച്ചേ? വെറുതെ ചോദിച്ചതാ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതും കൂടി ഫിക്സ് ചെയ്യാം. ഓക്കേടാ, നീ പറയുന്നത് പോലെ. ഈ പെർഫോമൻസൊക്കെ നിങ്ങൾ തന്നെയല്ലേ ഓർഗനൈസ് ചെയ്യുന്നത്? അതെ. എന്നാൽ പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ എന്നെ പിറകെ അറിയിച്ചാൽ മതി. ഓക്കേടാ, ഞാൻ മെയിൽ ചെയ്യാം. ഓക്കെ. എനിവേ, മിസ് ആൻ മേരി, താങ്ക്സ് ഫോർ യുവർ ഐഡിയ. ഏത് ഐഡിയ? ജെക്കിയുടെയും സെലീനയുടെയും പെർഫോമൻസിനെ കുറിച്ച് ഇയാളല്ല ഐഡിയ തന്നത്. ഞാനോ? ആക്ച്വലി ഈ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനൊരു പെർഫോമൻസ് അതെനിക്ക് അനിവാര്യമായിരുന്നു. അതെയോ? അതെ, നമ്മുടെ വരുണിനെ സംബന്ധിച്ച് അത് അനിവാര്യമായിരിക്കും. കാരണം കൂട്ടുകാരനതിൽ ഫുൾ ആയിരിക്കുമല്ലോ. പക്ഷേ ജൂബിക്ക് അങ്ങനെയല്ല. ജൂബിയെ സംബന്ധിച്ച് അതൊരു പാരയാണ്. അത് മാത്രമല്ല, ജൂബിക്ക് വരുണിനെ അറിയാമെങ്കിലും വരുണിന് ജൂബിയെ അറിയില്ല എന്നുള്ള വസ്തുതയും നിങ്ങൾ മറക്കരുത്. ഓക്കെ അനന്ത്, ഐ എം ലീവിങ് നൗ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കും. ഓക്കേടാ. എൻ്റെ ദൈവമേ, ഈ പെർഫോമൻസിൻ്റെ കാര്യങ്ങാനും അറിഞ്ഞ് പിന്നെ അവളെന്നെ വച്ചേക്കില്ല. ഞാനിത് എങ്ങനെ അവളോട് ചെന്ന് അവതരിപ്പിക്കും? ഒരു തവണ ഡാൻസ് ചെയ്തതിൻ്റെ ക്ഷീണമേ ഇതുവരെ മാറിയില്ല. എൻ്റെ കർത്താവ്, ഈ പെർഫോമൻസിന് മുൻപ് അവരുടെ ഈ കലഹം അവസാനിച്ചാൽ മതിയായിരുന്നു. Meanwhile, You are dumb, right? നിനക്കെന്താ പ്രോബ്ലം ഒന്നും അറിയില്ല അല്ലേ? ശരി, അങ്ങനെ തന്നെ ഇരിക്കട്ടെ. നീ അഭിനയിക്കും.
ഒന്നും അറിയത്തോളം പോലെ നല്ലതുപോലെ അഭിനയിക്കും. ഞാനും നോക്കട്ടെ നീ എത്ര നാളിങ്ങനെ അഭിനയിക്കുമെന്ന്. കറക്റ്റ്. ഓക്കെ അല്ലേ സർ? നീ ഇമ്പ്രൂവ് ആയി വരുന്നുണ്ട്. താങ്ക് യു പപ്പ. പിന്നെ ഇനി 1-2 ഷൂട്ട് വരുണമായിട്ടുള്ളതുണ്ട്. അതവൻ വന്നാലേ ചെയ്യാൻ കഴിയൂ. അവൻ എപ്പോഴെങ്ങാനും വരൂ. ഞാൻ വിളിച്ചു നോക്കാം പപ്പ. ഓക്കെ. ജെക്ക് ഫോണും എടുത്ത് അവിടുത്തെ തിരക്കിൽ നിന്ന് മാറി മറ്റൊരിടത്തേക്ക് മാറിയിരുന്നു. അവിടേക്ക് പതിവ് പോലെ സഞ്ജന വന്നു. അവളെ കണ്ടതും അവൻ വരുണിനെ വിളിക്കാൻ നോക്കാതെ ഫോൺ മാറ്റിവെച്ചു. ഹേയ്, താൻ സംസാരിക്കുന്നത് സംസാരിച്ചോ, ഞാൻ മാറിത്തരാം. അത് സാരമല്ല, ഞാൻ പിന്നെ വിളിച്ചോളാം. എന്നാലും താൻ ആരെയും സ്പെഷ്യലായിട്ട് വിളിക്കാൻ തുടങ്ങിയതല്ലേ? സ്പെഷ്യലൊന്നുമല്ല, ഞാൻ വരുണിനെ വിളിക്കാൻ തുടങ്ങുമായിരുന്നു. ഓ, അല്ലാതെ വേറെ സ്പെഷ്യൽ പേഴ്സൺ ഒന്നുമില്ല ജെക്ക്? എന്നുവെച്ചാൽ ഐ മീൻ ജെക്ക് സ്പെഷ്യലായിട്ട് കരുതുന്ന ഒരു പേഴ്സൺ, ജെക്ക് ഒരുപാട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തി, സമയം ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തി, അങ്ങനെ ആരെങ്കിലും? അതിനെന്തെങ്കിലും മറുപടി പറയുന്നതിന് മുൻപേ സെലീൻ അവിടേക്ക് വന്നു. അത് ആക്ടേഴ്സിൻ്റെ ഒരു കോമൺ ആയിട്ടുള്ള റെസ്റ്റ് ഏരിയ ആയതുകൊണ്ടാണ് അവളും അവിടേക്ക് വന്നത്. സഞ്ജന എന്താ ചോദിച്ചേ? അല്ല, താൻ സമയം ചെലവഴിക്കാനും സംസാരിച്ചിരിക്കാനും ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോയെന്ന്, ലൈക്ക് സ്പെഷ്യൽ പേഴ്സൺ. അങ്ങനെ ഒരാളുണ്ടായിരുന്നെങ്കിലെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ കറൻലി അങ്ങനെ ഒരു വ്യക്തി എൻ്റെ ഒപ്പം ഇല്ല. നമ്മുടെ ഫീലിങ്സ് എല്ലാം നമ്മളെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തി നമുക്കൊപ്പം ഉണ്ടാവുക എന്നുള്ള വലിയൊരു ഭാഗ്യമല്ലേ? തീർച്ചയായും. ആക്ച്വലി ഞാനും അങ്ങനെ ഒരാളെ തേടുന്നുണ്ട്. പക്ഷെ അയാളും താൻ പറഞ്ഞതുപോലെ ഇപ്പം എൻ്റെ ഒപ്പമല്ല. താൻ വിഷമിക്കേണ്ട. സഞ്ജനയെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തി തീർച്ചയായും സഞ്ജനയെ തേടി വരും. പെട്ടെന്ന് സഞ്ജനയുടെ ഫോൺ റിങ് ചെയ്തതും അവൾ അതും എടുത്ത് പുറത്തേക്ക് പോയി. അവിടെ ഇപ്പോൾ ജെക്കിയും സലീനയും തനിച്ചായി. രണ്ടുപേർക്കും ഒന്നും സംസാരിക്കാനില്ലാതെ മൊത്തത്തിലൊരു ഔട്ട്കാർഡ്നെസ് ഫീൽ ചെയ്തപ്പോൾ സലീൻ അവിടെ നിന്ന് പോകാനൊരുങ്ങി. താനോ നിന്നേ. അവൾ പ്രതീക്ഷിച്ച വിളിയായിരുന്നു അത്. എന്താ? ഞാനൊരു താങ്ക്സ് പ്രതീക്ഷിച്ചു. ഫോർ വാട്ട്? അല്ല, നിന്നെ വലിയ രീതിയിൽ ബാധിച്ചേക്കാവുന്ന ഒരു പ്രശ്നത്തെ ഞാൻ പറഞ്ഞതുപോലെ വളരെ സിമ്പിളായിട്ട് തന്നെ സോൾവ് ആക്കി. അത് താൻ തന്നെ ഉണ്ടാക്കിയ പ്രശ്നമാണല്ലോ. അത് സോൾവ് ചെയ്യേണ്ടത് തൻ്റെ കടമ തന്നെയാണ്. അതിന് ഞാൻ താങ്ക്സ് പറയേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ അത് സോൾവ് ആക്കിയത് താനല്ല, തൻ്റെ പപ്പയാണ്. തൻ്റെ ഈ മണ്ടരി വാച്ച തലയിൽ ഇങ്ങനത്തെ ബുദ്ധിയൊന്നും വരില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. മണ്ടരി വാച്ച തലയോ? എനിക്കോ? ചെടി, പണ്ട് മുതലേ എന്തെങ്കിലും പ്രശ്നം വന്നാൽ അതെല്ലാം നൈസായിട്ട് എൻ്റെ തലയിൽ വെച്ച് സ്കൂട്ടാകുന്ന നീ അപ്പോൾ ബുദ്ധിമതിയായിരിക്കും അല്ലേ? അല്ലേലും നീ തന്നെയാണ് ബുദ്ധിമതി. അതുകൊണ്ടാണല്ലോ ആദ്യം ഇഷ്ടം കാണിച്ചിട്ട് പിന്നെ നൈസായിട്ട് തേച്ചത്. തേച്ചോ? ഞാനാരും തേച്ചിട്ടൊന്നുമില്ല. ഞാൻ തന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുമില്ല. ഓ, അപ്പോൾ ഇഷ്ടമില്ലായിരുന്നു നിനക്ക്? ആത്മാർത്ഥമായിട്ട് പറയും, നിനക്ക് എന്നെ ഇഷ്ടമില്ലായിരുന്നു? ഇഷ്ടമില്ലായിരുന്നു, ഉറപ്പ്? ശരി, അങ്ങനെ ഇഷ്ടമില്ലാതിരുന്നെങ്കിൽ ആ ഇഷ്ടമാവാതിരിക്കാനുള്ള റീസൺ എന്തായിരുന്നു? അതെനിക്ക് തന്നോട് പറയേണ്ട കാര്യമില്ല. കാര്യമുണ്ട്. എന്നെ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുമ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് അറിയാനുള്ള റൈറ്റ്സ് എനിക്കുണ്ട്. നീ ഇതുവരെയും എന്നെ റിജക്റ്റ് ചെയ്യാനുള്ള റീസൺ പറഞ്ഞിട്ടേ ഇല്ല. പറഞ്ഞിട്ടുണ്ട്. ഏത്? നിനക്ക് പഠിക്കണം, ജോലി നേടണം, സ്വന്തം കാര്യം നിൽക്കണം എന്നൊക്കെ പറഞ്ഞതോ? അതെല്ലാം നീ ഇപ്പോൾ നേടിക്കഴിഞ്ഞല്ലോ. ഇനിയിപ്പോൾ എന്താ? സോ ഞാനെല്ലാം നേടിക്കഴിഞ്ഞു. അപ്പോൾ ഇനി മുതൽ സ്നേഹം തുടങ്ങാമെന്നാണോ? നോ വേ. ഞാൻ പറഞ്ഞത് തന്നെയാണ്. എനിക്ക് തന്നോട് യാതൊരു ഇൻട്രസ്റ്റും ഇല്ല. അതെന്താ നിനക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്തത്? ജെക്ക്, വെറുതെ ഒച്ച വെച്ച് സീനുണ്ടാക്കാൻ നോക്കരുത്. പിന്നെ നീ പറയടി, നിനക്കെന്താ ഇൻട്രസ്റ്റ് ഇല്ലാത്തേ? എനിക്ക് പറയാൻ സൗകര്യമില്ല. എന്താ എൻ്റെ എല്ലാ കാര്യങ്ങളും തന്നോട് പറയണമെന്ന് നിർബന്ധമുണ്ടോ? നിർബന്ധം ഉണ്ടെന്ന് കൂട്ടിക്കോ. വർഷം എത്രയായി നിന്നെ മനസ്സിലിട്ട് നടക്കാൻ തുടങ്ങിയിട്ട്? എപ്പോഴെങ്കിലും നിൻ്റെ മനസ്സ് മാറുമെന്ന് പറഞ്ഞ് കാലത്തിന് തുടങ്ങിയിട്ട് കുറേ ആയി. 6-7 വർഷമായി നീയുമായി ഒരു കോണ്ടാക്റ്റോ ഒരു കൂടിക്കാഴ്ചയോ ഇല്ലായിരുന്നിട്ട് കൂടി എനിക്ക് നിന്നോടുള്ള ഇഷ്ടം കുറഞ്ഞു പോയില്ല. അങ്ങനെയുള്ള എന്നെ മനസ്സിലാക്കാൻ നിനക്കെന്താ ഇത്ര മടി? അതോ നിൻ്റെ മനസ്സിൽ ഇനി മറ്റാരെങ്കിലും കടന്നുകൂടിയോ? എങ്കിൽ പറയൂ, പിന്നെ ഞാൻ നിൻ്റെ നിഴൽ പോലും തട്ടില്ല.
പിന്നെ ഞാൻ റീസൺ ചോദിച്ച് നിൻ്റെ പിന്നാലെ വരികയില്ല. ഉറപ്പാണോ? എന്താ, അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെന്ന് കൂട്ടിക്കോ. എനിക്കൊരാളെ ഇഷ്ടമാണ്, അതുകൊണ്ട് എനിക്ക് തന്നോട് താല്പര്യമില്ലാത്തത്. പോരെ? ഇത് നീ എന്നെ ഒഴിവാക്കാൻ പറയുന്നതാണെന്ന് എനിക്ക് മനസ്സിലാകുന്നേയില്ല. അല്ല, ഒഴിവാക്കാൻ വേണ്ടിയല്ല, എനിക്കൊരാളോട് ഇഷ്ടമുണ്ട്. ആരെ? അതിന് ഞാൻ തന്നോട് പറയുന്നേ. അങ്ങനെ ഒരാളുണ്ടെങ്കിലല്ലേ നീ പറയൂ. ഉണ്ട് എങ്കിൽ പറയൂ. ആരാ? ആ, കാർത്തിക്. ആ, കാർത്തിക്കോ? ആ, കാർത്തികിനെ എനിക്കിഷ്ടമാണ്. എനിക്ക് അവൻ്റെ മേലിൽ ക്രഷുണ്ട്. അവൻ്റെ എന്ത് കണ്ടിട്ടാണ് നിനക്ക് ക്രഷ് അടിച്ചേ? കോഴിത്തനോ? ആരുടെ കോഴിത്തനം? ഹീ സച്ച് എ ലവ്ലി പേഴ്സൺ. ഹീ ഹാഡ് എ ഗുഡ് സ്മൈൽ. അതൊക്കെ എനിക്കിഷ്ടപ്പെട്ടത്. ഓ, എന്നിട്ട് നിൻ്റെ ഇഷ്ടം നീ അവനോട് പറഞ്ഞായിരുന്നോ? ഇല്ലെങ്കിൽ ഞാൻ പറയാം. വേണ്ട? എന്താ, പേടിയാണോ? ഞാനെന്തിനാ പേടിക്കുന്നേ? എൻ്റെ ഇഷ്ടം പറയാൻ തൻ്റെ ആവശ്യമില്ല, ഞാൻ തന്നെ പറഞ്ഞോളാം. എനിക്ക് പറയും. ഇപ്പോഴോ? ആ, ഇപ്പോൾ. നീ പറഞ്ഞ സത്യമാണെങ്കിൽ ഇപ്പോൾ അത് പ്രൂവ് ചെയ്യും. ഇതൊന്നും ഞാൻ തന്നോട് പ്രൂവ് ചെയ്യേണ്ട കാര്യമല്ല. കാര്യമുണ്ട്. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഞാൻ നിൻ്റെ പിറകെ വരാതിരിക്കണമെങ്കിൽ നീ അത് പ്രൂവ് ചെയ്തേ പറ്റൂ. ശരി, ഞാൻ പ്രൂവ് ചെയ്യാം. താൻ ഇവിടെ തന്നെ നോക്കി നിന്നോ എന്ന് പറഞ്ഞ് അവൾ കാർത്തിക്കിൻ്റെ അടുത്തേക്ക് ചെന്നു. കാട് വെളുക്കാൻ തേച്ചത് പാട്ടായെന്ന് തോന്നുന്നത്. ഇവനോടൊക്കെ ഞാൻ എങ്ങനെ പറയും? അതിനിടയ്ക്ക് അവൾ ജെക്കെ നോക്കുന്നുണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ടായിരുന്നു. ഓ, കാലമാട് ഇവിടെ തന്നെ നോക്കി നിൽപ്പുണ്ടല്ലോ. ഓ, സെലീന, എന്താ നിൽക്കുന്നത്? എനിക്ക് താങ്ക്സ്. പിന്നെ എന്തൊക്കെയുണ്ട്? നത്തിങ്. ഞാൻ വെറുതെ ഞാനിപ്പോൾ എന്താ, എന്തെങ്കിലും പറയാനുണ്ടോ? നമുക്ക് ഇന്ന് ഡിന്നർ ഒരുമിച്ചാക്കിയാലോ? ഷുവർ. അത് ചോദിക്കാനുണ്ടോ? താൻ ഇത്ര പെട്ടെന്ന് സമ്മതിക്കുമെന്ന് ഞാൻ കരുതിയില്ല. ഇത് ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി എനിക്ക്. എനിവേ, ഞാൻ ദിയെ ഒന്ന് വിളിക്കട്ടെ. 1 മിനിറ്റ്. എന്തിനാ? അല്ല, ഇന്ന് ഞാൻ അവളോട് ഡിന്നർ പ്ലാൻ ചെയ്തിരുന്നു. ഇനി താൻ വന്നല്ലോ, ഇനി അവളെന്തിനാ? ഓക്കെ, അപ്പോൾ താൻ പറയും, ഞാൻ പിന്നെ വരാം എന്ന് പറഞ്ഞ് അവൾ പെട്ടെന്ന് അവിടെ നിന്ന് വലിഞ്ഞു. ഇപ്പോൾ എന്തു പറയുന്നു? ഇന്ന് ഞാനും കാർത്തിയും കൂടി ഡിന്നറിന് പ്ലാൻ ചെയ്തു. ഇനി എന്തെങ്കിലും ഡൗട്ടുണ്ടോ? ഇത് നിനക്ക് ഗുണം ചെയ്യില്ല, അത് ഞാൻ നോക്കിക്കോളാം. അന്ന് വൈകുന്നേരം ഷൂട്ട് കഴിഞ്ഞ് സെലീന പെട്ടെന്ന് വീട്ടിലേക്ക് വെച്ച് പിടിച്ചു. വീട്ടിലാണെങ്കിലോ അതിനേക്കാൾ വലിയ പുലിവാല് പിടിച്ച അവസ്ഥയിലായിരുന്നു ജൂബി. അവരുടെ ഡാൻസ് പെർഫോമൻസിനെക്കുറിച്ച് അവളെ എങ്ങനെ അവതരിപ്പിക്കും എന്ന ടെൻഷനിലായിരുന്നു. അപ്പോഴേക്ക് സെലീന കയറി വന്നു. വന്നപാടെ ജൂബി എന്തെങ്കിലും പറയുന്നതിന് മുന്നേ സെലീന പുലമ്പി തുടങ്ങി. എൻ്റെ ജൂബി, ഞാനൊരു വലിയ കുർള എക്സ്പ്രസ്സിന് തലവെച്ച് കൊടുത്തേടി. ഏത് കുർള എക്സ്പ്രസ്? എടി, ആ കാർത്തിക്കിനോട് ഞാനിന്ന് ഡിന്നറിന് പോകാമെന്ന് സമ്മതിച്ചു. എന്തിന്? അത് ജെക്കെ ഒഴിവാക്കാൻ. ജൂബി ഒന്നും മനസ്സിലാക്കാതെ മുഖം ചുളിച്ചു. സെലിൻ നടന്ന കാര്യം പറഞ്ഞു. ജെക്കെയോട് നീ കാർത്തിക്കിന് ഇഷ്ടമാണെന്ന് പറഞ്ഞോ? ആ, അത് മാത്രമല്ല, അയാളെ വിശ്വസിപ്പിക്കാൻ വേണ്ടി നീ ഇങ്ങനെ കടുങ്കയും കൂടെ ചെയ്യേണ്ടി വന്നു. എന്തടി, നീയല്ലേ പറഞ്ഞത് അയാളൊരു കോഴിയാണെന്ന്? പിന്നെ നീ അങ്ങനെയൊക്കെ പറയാൻ പോയത്? എനിക്ക് അപ്പോഴത്തെ സിറ്റുവേഷനിൽ അങ്ങനെയൊക്കെ പറയേണ്ടി വന്നു. എടി, നീ എങ്ങനെയെങ്കിലും ഒന്ന് എന്നെ ഹെൽപ്പ് ചെയ്യൂ. വാട്ട്? എന്ത് ഹെൽപ്പ് ചെയ്യാനാ? എങ്ങനെയെങ്കിലും ഒരു ഐഡിയ പറഞ്ഞതാ എനിക്കിതൊന്ന് ഒഴിവാവാൻ. നിനക്ക് ഇത് തന്നെയാണോ പണി? എപ്പോഴും ഏതെങ്കിലും കുഴി ചെന്ന് ചാടും, പിന്നെ കിടന്ന് കൈകാലിട്ടടിക്കും. നിനക്ക് ബോറടിക്കുന്നില്ലേ? എന്തായാലും എനിക്കിത് നിന്നെ ഹെൽപ്പ് ചെയ്യാനൊന്നും പറ്റില്ല. എടി പ്ലീസ്, ഇതിന്ന് എസ്കേപ്പ് ആവാൻ എന്തേലും ഒരു വഴി പറഞ്ഞതാ. ഇവളെ ഇപ്പം ഹെൽപ്പ് ചെയ്താൽ എനിക്ക് എൻ്റെ കാര്യം പതുക്കെ അവതരിപ്പിക്കാം. ഓക്കെ, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാം. പക്ഷെ തിരിച്ചു ഒരു സഹകരണ മനോഭാവം ഉണ്ടാവണം. അതൊക്കെ ഉണ്ടാകും, നീ പറ. ചിലപ്പോൾ പ്രത്യേകിച്ച് എന്താ പറയാനുള്ളത്? വിളിക്കുമ്പോൾ വരാൻ പറ്റില്ല എന്ന് പറയണം.
എടേ അതൊക്കെ ഒരു ജെന്യൂനായിട്ടുള്ള ആൻസറാണോ? ഞാൻ അവനെ തേച്ചതുപോലെ തോന്നി ചെയ്യരുത്. ആ അങ്ങനെ നിനക്ക് തീരെ സുഖമില്ലെന്ന് പറഞ്ഞേക്ക്. ആ പീരിയഡ്സ് ആയെന്ന് കൂടി പറഞ്ഞേക്ക്. പിന്നെ അവൻ ആ വഴിക്ക് തിരിഞ്ഞു നോക്കില്ല. ഷുവറാണോ? ആ നീ അങ്ങനെ പറഞ്ഞാൽ മതി. എനിക്ക് ഇനി നിന്നോടൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ? അത് കേട്ട് നീ പൊട്ടിത്തെറിക്കുകയൊന്നും ചെയ്യരുത്. ഇല്ല, എന്താ പറ. അത് പെട്ടെന്ന് സെലീനയുടെ ഫോൺ റിങ് ചെയ്തു. ഓ കാർത്തിക്, എങ്കിൽ എടുത്തിട്ട് വയ്യാന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഫോൺ വെച്ചേക്കും. ഹലോ. ആ കാർത്തിക്, ഐ എം സോറി കാർത്തിക്, ഞാൻ അങ്ങോട്ട് വിളിക്കാനിരിക്കുമായിരുന്നു. അത് ഇന്നെനിക്ക് വരാൻ കഴിയില്ല. ഐ എം ഫീലിംഗ് നോട്ട് വെൽ. വേറൊന്നുമല്ല, ഐ ഗോട്ട് മൈ പീരിയഡ്, സോ ഓക്കെ. ഐ എം സോ സോറി കാർത്തിക്. ഓക്കെ ഓക്കെ, ഗുഡ് നൈറ്റ്. താങ്ക് ഗോഡ്, അങ്ങനെ ആ ശല്യം ഒഴിഞ്ഞു. ഇനി നാളെ പോയി ഇനി വേറെ ഏതെങ്കിലും വയ്യാവേലി കയറ്റിയിട്ട് വാ. അത് പോട്ടെ, നീ എന്താ പറയാൻ വന്നേ? അതോ, അത് എന്താന്ന് വെച്ചാൽ, ഏതവനാണോ അതോ? വരുണായിരുന്നു. ഹലോ വരുൺ. ഞാൻ ഫ്രീ ആണ്, പറഞ്ഞോളൂ. കൺഗ്രാജുലേഷൻസ്. വാട്ട്? ഞാനും ജയിക്കുകയോ? നോ വേ. നോ വരുൺ, ഞാൻ പറയുന്നത് വരുൺ, ഇറ്റ്സ് ഇമ്പോസിബിൾ. നോ വരുൺ, ഞാൻ പറയുന്നൊന്ന് ഓക്കെ ഗുഡ് നൈറ്റ്. ഗോഡ്, എന്താടി വരുൺ എന്താ പറഞ്ഞേ? വരുണിൻ്റെ കമ്പനിയുടെ ആനുവൽ ഡേ വരുന്നുണ്ട് 2 months ലേറ്റർ. അതിൽ എൻ്റെയും ജേക്കയുടെ പെർഫോമൻസ് ഉണ്ടായിരുന്നു. വാട്ട്? അയ്യോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യൂടി? എനിക്കറിയില്ല. എനിക്ക് അയാളുടെ ഒപ്പം ഡാൻസ് ചെയ്യാനൊന്നും ഇനി പറ്റില്ല. എന്നാൽ ഏത് തെണ്ടിയാണോ വരുൺ ഇങ്ങനെയുള്ള ഐഡിയൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്? തീർച്ചയായിട്ടും അയാൾ തന്നെയായിരിക്കും. ആര്? ആ ജേക്കെ. അയാളെ കൊണ്ട് ഞാൻ തോറ്റു. നീ എന്തിനാ വെറുതെ അയാളെ കുറ്റപ്പെടുത്തുന്നത്? അല്ല, സത്യാവസ്ഥ അറിയാതെ വെറുതെ ഊഹം പറയണ്ടല്ലോ എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ നാളെ തന്നെ വരുണിനെ കണ്ടു. എനിക്കിതിന് പറ്റില്ലെന്ന് ഞാൻ പറയും. അവൾ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? സമ്മതിക്കാൻ ചാൻസ് ഉണ്ട്. എന്നോടായതുകൊണ്ട് അത്ര പെട്ടെന്ന് നോ പറയില്ല എന്ന് വിശ്വസിക്കുന്നു. നോക്കാം. അല്ല, എന്നാലും നിനക്കെങ്ങനെ ഈ പ്ലാൻ കിട്ടിയേ? ഇറ്റ്സ് ജസ്റ്റ് എ ബെസ്റ്റ് ഫ്രണ്ട് തിങ്സ്. ആക്ച്വലി ഞാൻ പോയ ഇവൻറ്റ് മാനേജ്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന ആ കൊച്ചിൻ്റെ വായിൽ നിന്ന് അറിയാതെ വീണതാണ്. ബട്ട് എനിക്ക് നല്ലൊരു ഐഡിയ ആയിട്ട് തോന്നി. നിനക്കൊരു കാര്യം അറിയോ? എൻ്റെ പ്രണയത്തിന് യൂണിവേഴ്സ് തന്നെ എൻ്റെ ഒപ്പമുണ്ട്. അവൾ ഒഴികെ. വിടടാ, അവൾ നിന്നെ മനസ്സിലാക്കും. എവിടെ? ഇന്ന് കണ്ടില്ലേ, എന്നെ ഒഴിവാക്കാൻ അവൾ ആ കാർത്തികിനെ കൂട്ടുപിടിച്ചിരിക്കുക. കാർത്തികിനെയോ? അതേടാ, ഞാൻ വെറുതെ അറിയാതെ പറഞ്ഞു പോയി. നിനക്ക് ആരെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ പറയും, ഞാൻ പിന്നെ നിന്നെ ഒരിക്കലും ശല്യം ചെയ്യില്ലെന്ന്. അവൾ ഉടനെ അതിനെ മുതലെടുത്തു. ഓൺ ദ സ്പോട്ടിൽ എനിക്ക് കാർത്തികിനെ ഇഷ്ടമാണെന്നും അവൻ്റെ ഒപ്പം ഡിന്നറിന് പോകാൻ സമ്മതിക്കുകയും ചെയ്തു. അതെന്താടാ അവൾ അങ്ങനെ ചെയ്തേ? കാർത്തികിൻ്റെ ഒപ്പം കൂടുന്നത് അത്ര നല്ലതല്ല. അതിനകത്ത് അവൻ മോശമാണെന്നല്ല, അവൻ്റെ ക്യാരക്ടർ അങ്ങനെയാണ്. എനിക്കറിയാം, അവൾക്കും അറിയാം. എന്നാലും എന്നോടുള്ള വാശി. നീ സമാധാനപ്പെടും. നിനക്കായിട്ടൊരു സമയം വരും, അപ്പോൾ നിനക്കും സ്കോർ ചെയ്യാം. വരുൺ, ഇന്നലെ നീ ഇല്ലാതിരുന്നതുകൊണ്ട് ഇന്ന് തനിക്ക് കുറച്ചധികം ഷൂട്ടുണ്ട്. ഇറ്റ്സ് ഓക്കെ അങ്കിൾ, ഞാൻ നോക്കാം. നീയും ജേക്കായിട്ടുള്ള 1-2 ഷോട്ട് എടുക്കാം. ഓക്കെ അങ്കിൾ. ഞാൻ ചോദിക്കാൻ വിട്ടു, ഇന്നലെ പോയ കാര്യം എന്തായി? അത് ഓക്കെ അങ്കിൾ, ബാക്കി അവിടെ പുറകെ അറിയിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. വരുൺ, ഞാൻ തന്നെ ഒന്ന് കാണാനിരിക്കുകയായിരുന്നു. എന്താടാ? വരുൺ ഇന്നലെ നൈറ്റ് പറഞ്ഞ കാര്യം ഒന്നുകൂടി ആലോചിച്ചിട്ട് പോരെ? എന്താ അതിലിത്ര ആലോചിക്കാൻ എന്താ ഉള്ളത്? എന്തെങ്കിലും റിസ്കി ആയിട്ടുണ്ടോ? അങ്ങനെയല്ല. ആക്ച്വലി
ഞാനും ജെക്കെയും തമ്മിൽ അത്ര ഒത്തുപോയില്ല. നമ്മൾ ഒരുമിച്ച് അഭിനയിക്കുന്നേ ഉള്ളൂ. ഞങ്ങളത്ര ഫ്രണ്ട്ലി അല്ല. ഫ്രണ്ട്ലി അല്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? തനിക്ക് കംഫർട്ടബിൾ ആണെങ്കിൽ പറഞ്ഞാൽ മതി. ആക്ച്വലി ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം ഇന്നും ഒന്നിനും തുടങ്ങിയതല്ല എന്ന് പറഞ്ഞ് അവരവിടെ പാസ്റ്റിൽ നടന്ന സംഭവം അവനെ അറിയിച്ചു. ആ സംഭവത്തിന് ശേഷം ജെക്കെയായിട്ട് മിങ്കിളാകാൻ എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ അന്ന് രാത്രി അവർ സെലീനയുടെ അമ്മാവനെ ഉപദ്രവിച്ചു എന്നാണോ പറയുന്നത്? പറയുന്നതല്ല, ഞാൻ കണ്ടതാ. ആ കൂട്ടത്തിൽ ജെക്കെ ഉണ്ടായിരുന്നു. ഉറപ്പാണോ? ഐ മീൻ സെലീന ജെക്കെ അമ്മാവനെ ഉപദ്രവിക്കുന്നത് കണ്ടായിരുന്നോ? അതോ അമ്മാവനെ ഉപദ്രവിച്ചയുടെ കൂട്ടത്തിൽ കണ്ടതാണോ? ജെക്കെ അറ്റാക്ക് ചെയ്യുന്നതൊന്നും കണ്ടില്ല. പക്ഷേ അതല്ല അവൻ്റെ പ്ലാനിങ്ങിലാണ് നടന്നത്. ഐ ആം ഷുവർ. മേ ബി ആയിരിക്കാം. പക്ഷേ നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന കാര്യങ്ങൾക്ക് കൂടി ഒരു മറുവശമുണ്ട്. സോ ഒരു കാര്യം നമുക്ക് തറപ്പിച്ച് പറയാൻ കഴിയില്ല. എനിവേ, എനിക്ക് സെലീനയുടെ സിറ്റുവേഷൻ മനസ്സിലാകുന്നുണ്ട്. ബട്ട് നിങ്ങളുടെ പേഴ്സണൽ മാറ്റേഴ്സ് എനിക്കിതിലേക്ക് അറ്റാച്ച് ചെയ്യാൻ കഴിയില്ല. ഇതെനിക്ക് പ്രൊഫഷണലാണ്. എന്നിരുന്നാലും നിങ്ങളുടെ പിണക്കങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് മാറട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യുന്നു. പിന്നെ കുറച്ച് ദിവസങ്ങൾക്ക് അതിൻ്റെ റിഹേഴ്സൽ ഉണ്ടാകും. സെലീന നോ പറയരുത്. ബൈ ദ വേ, ലാസ്റ്റ് ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ? സെലീനയുടെ അമ്മാവൻ അറ്റാക്ക് ചെയ്തു എന്നുള്ളൊരൊറ്റ കാരണം കൊണ്ടാണോ സെലീനയ്ക്ക് ജെക്കെയുമായിട്ട് പൊരുത്തപ്പെടാൻ കഴിയാത്തത്? സർ, ഷോട്ട് റെഡിയാണോ? ഓക്കെ സെലീൻ, നമുക്ക് കാണാം. വരുൺ പോയ തക്കത്തിന് കാർത്തിക് അവിടേക്ക് വന്നു. ഹായ് സെലീൻ. ഹായ്. തനിക്കിപ്പോൾ എങ്ങനെയുണ്ട്? ഐ ആം ഓൾ റൈറ്റ്. സോറി കാർത്തിക്, എനിക്ക് വരാൻ പറ്റാതിരുന്നതുകൊണ്ടാണ്. ഇറ്റ്സ് ഓക്കെ. താൻ എപ്പോഴെങ്കിലും ഫ്രീ ആകുമ്പോൾ പറഞ്ഞാൽ മതി. ഓക്കെ. കാർത്തിക് ഇരിക്ക്. ഷോ. കാർത്തിക്കിന് ജ്യൂസ് പറയട്ടെ? വേണ്ടായിരുന്നു. എന്തായാലും സെലീന ചോദിച്ചതുകൊണ്ട് ഞാൻ നോ പറയുന്നില്ല. സ്റ്റാഫ് അവന് ജ്യൂസുമായി വന്നു. എനിവേ, ഇത് സെലീന ആഗ്രഹത്തോടെ വാങ്ങിക്കുന്ന ജ്യൂസ് ആയതുകൊണ്ട് ഐ ആം ഗോയിങ് ടു ഡ്രിങ്ക് തിങ്കിങ് ഇറ്റ്സ് യു. വാട്ട് ഈസ് ദിസ്? ഇതെന്താ ജ്യൂസ് തന്നെയാണോ? എന്ത് പറ്റി? ഒരു ടേസ്റ്റ് വ്യത്യാസം. ഒന്ന് കുടിച്ചു നോക്കട്ടെ. ഇല്ലല്ലോ, ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല. ആണല്ലേ? ഇപ്പോൾ ടേസ്റ്റിയായി. ചിലപ്പോൾ സെലിൻ്റെ ചെറി ലിപ്സ് തട്ടിയതുകൊണ്ടാകും. You are so naughty. Only to you. അവൻ ഫ്ലിർട്ട് ചെയ്യുന്നതിൻ്റെ പകുതി നിനക്കറിയാമെന്നെങ്കിൽ എന്ത് വേണം? കണ്ടോ ആണുങ്ങളെ ഡയലോഗ് അടിച്ച് വീഴ്ത്തുന്നത്? ആര് വേണം? ഇതൊക്കെ അവളിനെ പ്രൊവോക്ക് ചെയ്യാൻ പറയുന്നതല്ലേ? അവളുടെ മുഖം കണ്ടാൽ അറിയാം അത് നമുക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല. ഇനി നീ അങ്ങനെ പറഞ്ഞ് ആശ്വസിച്ചാൽ മതിയല്ലോ. ഞാനൊരു കാര്യം പറയാൻ പറ്റും. എന്താ? അന്ന് രാത്രി നിൻ്റെ കൂട്ടുകാർ അറ്റാക്ക് ചെയ്ത ഏതോ വഴിപോക്കനില്ലേ? ആ വഴിപോക്കൻ അവളുടെ അമ്മാവനായിരുന്നു. അമ്മാവനോ? അതെ. അതുമാത്രമല്ല, അവളുടെ അമ്മാവനെ ആക്രമിച്ച കൂട്ടത്തിൽ നീയും ഉണ്ടായിരുന്നെന്നാണ് അവൾ വിശ്വസിക്കുന്നത്. ആ തെറ്റിദ്ധാരണ മാറാതെ നിനക്ക് അവളുടെ മനസ്സിലേക്ക് കയറാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല.